Hello, good morning. Good morning. Yes, good morning. Good morning. Yes, സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആരുടെയെങ്കിലും ഒരാളുടെ സൗണ്ട് കേൾക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അൺമ്യൂട്ട് ചെയ്തത്. ഓക്കെ, ഗുഡ് മോർണിംഗ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ എടുത്തുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതല്ലേ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിയണം. കാരണം ചിലപ്പോഴൊക്കെ ഇടയ്ക്ക് ഇപ്പൊ മറന്നുപോകും. ആരൊക്കെയോ ടീച്ചേഴ്സ് ഇങ്ങനെ ക്ലാസ്സിൽ കയറി വരുമല്ലോ, ഓരോ അവർ മാറി മാറി. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കൺഫ്യൂഷൻ വരണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓർമ്മിപ്പിക്കുന്നതാണ്. ഇടയ്ക്ക് നിന്നൊക്കെ ചിലവർ കയറുന്നുണ്ട്, സമയം മാറി. എന്താ ബിഗിനിങ് ഓഫ് ദ ടൈം അല്ലാണ്ട് കയറണ്ടല്ലോ. സ്ക്രീനില്ലേ? അതെന്താ അതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടല്ലോ, പ്രസന്റിങ് ആണല്ലോ. എടുക്കാം, നോക്കട്ടെ ഒരു മിനിറ്റ്. കാണാനല്ലേ? ഇത് ഇവിടെ വന്നിട്ടല്ലോ. ആർക്കും കാണാൻ പറ്റുന്നില്ല? ആരെങ്കിലും ഒന്ന് കാണണ്ടെങ്കിൽ പറഞ്ഞേ. ഒരു സ്ക്രീൻ ഓൾറെഡി പ്രസന്റിങ് ആണല്ലോ. ഓ മൈ ഗോഡ്. ആ കാണാമെന്ന്, ഇതേ കാണാന്ന് പറയണ്ടല്ലോ. അഭിന ഏതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്? അഭിന കാണാന്ന് പറയുന്നു. സ്ക്രീൻ കാണാമോ എന്നാണ് ചോദ്യം. സ്ക്രീൻ എന്നെയല്ല, സ്ക്രീൻ കാണാമോ എന്ന്. ആർക്ക് കാണാറില്ല? വെരി ഗുഡ്. ആ, ഓഡിറ്റാണ് അവിടെ കിടക്കുന്നത്. അതല്ല, അതിൽ തന്നെയാണല്ലോ നമ്മൾ എടുക്കണ്ടേ. ഇപ്പൊ ഉണ്ടോ നോക്കണേ. ശരിയായോ? നോക്കിയേ, എഴുതൊന്നില്ല.
ഓക്കെ, ശരിയായല്ലോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഇപ്പൊ ശരിയായല്ലോ അല്ലെ? ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്, അപ്പൊ അതുകൊണ്ട് അധികം ദൂരേക്കൊന്നും ഞാൻ നേരത്തെ തുടങ്ങിയുള്ളതൊന്നും പറയുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജോബ് അനാലിസിസ് അവിടെ വരെയാണ് പഠിച്ചു നിർത്തിയത് അല്ലെ? ജോബ് അനാലിസിസ്, വാട്ട് യു മീൻ ബൈ ജോബ് അനാലിസിസ്? എന്താണ് ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ? ഡിറ്റർമിനിങ് ആൻഡ് റെക്കോർഡിംഗ് ഓൾ ദ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ അബൌട്ട് എ ജോബ്. ഒരു പർട്ടിക്കുലർ ജോബിനെ കുറിച്ചിട്ടുള്ള എല്ലാ റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും എന്താണെന്ന് മനസ്സിലാക്കുക, അത് റെക്കോർഡ് ചെയ്യുക, അത് ഡോക്യുമെന്റ് ചെയ്യുക. അപ്പൊ അതിനകത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ജോബിനെ കുറിച്ച്, ആ ജോബിന്റെ ടാസ്ക് എന്തൊക്കെയാണ്, ജോബിലുള്ള അതിന്റെ പർട്ടിക്കുലർ ടാസ്ക് ഇൻവോൾവ്, അതിന് വേണ്ടിയിട്ട് ആ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയുള്ള നോളജ്, സ്കില്ല്, knowledge and skill which is needed to perform that particular job. പിന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് അറ്റാച്ച്ഡ്, ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ആ ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ജോലിക്കാരി എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ആ ജോബുമായിട്ട് എന്താ പറയാ കണ്ടക്ട് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ ദ എബിലിറ്റി ടു പെർഫോം ദ ജോബ് സക്സസ്ഫുള്ളി, ആ ജോബ് ചെയ്യാൻ അത് വളരെ വിജയപ്രദമായിട്ട് ചെയ്തു തീർക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ കഴിവുകളാണ് വേണ്ടത്. ഇങ്ങനെയുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ജോലിയെ സംബന്ധിക്കുന്ന സകലമായ കാര്യങ്ങളും അടങ്ങുന്ന ഒരു ഡോക്യുമെന്റ്, അതിനെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടത്, അതിനെയാണ് നമ്മൾ ജോബ് അനാലിസിസ് വിളിക്കുക. അവിടെ വരെയാൻ നിർത്തിയത് കേട്ടോ. അടുത്തത് ജോബ് റിക്വയർമെന്റ്സ് ആണ്. എന്താ ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ? ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെയാണ് റിക്വയർമെന്റ്സ്, ആവശ്യകതകൾ. എന്താണ് ആവശ്യം? The qualification and skill needed for each position. ഓരോ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഡെസിഗ്നേഷനിലേക്ക് ഇന്ന ടീച്ചറിന്റെ ജോലിയാണ്, ക്ലർക്കിന്റെ ജോലിയാണ്, കാഷ്യറിന്റെ ജോലിയാണ്, ആൻഡ് വാട്ട് ഇസ് ദ ക്വാളിഫിക്കേഷൻ നീഡഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പൊസിഷൻ. ആ ഒരു പൊസിഷന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? അതാണ് ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ. എന്താണ് ജോബ് റിക്വയർമെന്റ്സ്? ജോബ് റിക്വയർമെന്റ്സ് ആർ ദ ക്വാളിഫിക്കേഷൻസ് ആൻഡ് സ്കിൽ നീഡഡ് ഫോർ എ certain പൊസിഷൻ. ഒരു പ്രത്യേക പൊസിഷനിലേക്ക് വേണ്ടി വരുന്ന സ്കില്ലും ക്വാളിഫിക്കേഷൻ രണ്ടും വേണം. ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ പഠിച്ച് നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്, അതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ. പ്ലസ് നമ്മുടെ കഴിവുകൾ, ഇതെല്ലാം ചെയ്യുമ്പോൾ ജോബ് റിക്വയർമെന്റ് ആയി. മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്യണം, ജോബ് റിക്വയർമെന്റ് അണ്ടർലൈൻ ചെയ്യണം, ജോബ് അനാലിസിസ് അണ്ടർലൈൻ ചെയ്യണം. നെക്സ്റ്റ് വൺ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ജോബിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഓൾസോ നോൺ ആസ് JD. അതിന്റെ ഷോർട്ട് ആയിട്ട് JD എന്നും പറയും. അതൊരു റിട്ടേൺ ഒരു നറേഷൻ ആണ്, ഒരു അക്കൗണ്ട് ആണ്. എന്ന് വെച്ചാൽ എഴുതി തയ്യാറാക്കിയ കുറെ കാര്യങ്ങൾ, എന്താ പറയാ, ജനറൽ ടാസ്ക്, അതായത് ആ ഒരു ജോലിക്ക് വേണ്ട ടാസ്കുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രത്യേക കടമകളും ഉത്തരവാദിത്തങ്ങളും ആ ഒരു പൊസിഷനിൽ. ഇപ്പൊ ഞാനൊരു ടീച്ചർ ആയിരിക്കുമ്പോൾ ആ ടീച്ചറിന്റെ ജോലി എന്തൊക്കെയാണോ, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണോ, അപ്പൊ പഠിപ്പിക്കാനുള്ളത് മാത്രമല്ല, അതിന്റെ ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ ടാസ്ക് എന്ന് പറയുന്നത് പഠിപ്പിക്കാനുള്ളതാണ്. അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നോട്ട്സ് കൊടുക്കാനുണ്ടോ, മോക്ക് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാനുണ്ടോ, whatever it is, അതിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും ആണ് അവര് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളത്. അതെല്ലാം കൂടി ചേരുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ JD എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് നമ്മള് ഈ ഒരു പോയിന്റില്, നാലാമത്തെ പോയിന്റില് ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻസ്. അതായത് നമുക്ക് ഒരു ഓർഗനൈസേഷനില് ബിഫോർ അപ്പോയിന്റിങ് റിക്രൂട്ടിംഗ് എ കാൻഡിഡേറ്റ്, ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ജോലിക്കാരെ നമുക്ക് റിക്രൂട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ പറയാ, ഹ്യൂമൻ റിസോഴ്സുകളെ കുറിച്ച് ഒരു പ്ലാനിങ് തയ്യാറാക്കണം. ആ പ്ലാനിങ്ങിൽ പെട്ട കുറെ സ്റ്റെപ്പുകളാണ്. നമ്മൾ പറഞ്ഞു ഇറ്റ്സ് നോട്ട് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്. അത് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് അല്ല. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് ആരെയും പിടിച്ചോളന്ന് ഇവിടെ റിക്രൂട്ട് ചെയ്യുകയല്ല. അതിന് മുമ്പേ തന്നെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ആണ് നടക്കുന്നത്. അതിന് മുമ്പ് വി ഹാവ് ടു പ്ലാൻ സംതിങ്. ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാനുണ്ട്. അത് എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റെപ്പുകൾ അടങ്ങിയതാണ്, മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ടു ഡിസൈഡ് ദ ഗോൾ ആൻഡ് എയിം. എന്താണ് ആ ഒരു നമ്മുടെ റിക്രൂട്ട്മെന്റ് നടത്താനുള്ള നമ്മുടെ ലക്ഷ്യം, ഏത് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്, അത് ആദ്യം തന്നെ ഡിസൈഡ് ചെയ്യാം. ഏത് വേക്കൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കോ എന്തിനാണ് നമ്മളിപ്പോ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്, അതിന്റെ ആ ഒരു ഗോൾ അല്ലെങ്കിൽ എയിം അതെന്താണോ ആദ്യം തന്നെ അത് ഡിസൈഡ് ചെയ്യാം. Second one, to estimate the future organizational structure and manpower needs. അതിനുശേഷം നമ്മൾ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ വിലയിരുത്തുക. നമുക്ക് ഭാവിയിൽ ഇനി എത്ര മാൻ പവർ വേണ്ടി വരും എന്നതിനെ കുറിച്ച് ഒരു എസ്റ്റിമേഷൻ നടത്തുക. മനസ്സിലായി? ഇപ്പോൾ ഉള്ള മാൻ പവർ എത്രയാ, ഇനി എത്ര കൂടി വേണ്ടി വരും, എത്ര ആൾക്കാരെ കൂടുതൽ റിക്രൂട്ട് ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യലാണ്. നേരത്തെ കൂടി പുനഃപരിശോധിക്കണം. ഇപ്പൊ എത്രയുണ്ട് സ്റ്റോക്ക്, ആളുകൾ, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ആ ഒരു അസറ്റുകൾ എത്രയുണ്ട്, ഇനി നമുക്ക് എത്ര വേണ്ടി വരും, അങ്ങനെയുള്ള എസ്റ്റിമേഷൻസ് ആണ്. അടുത്തത് ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സസ്. ഈ ഉള്ള നിലവിലുള്ള ഹ്യൂമൻ റിസോഴ്സുകളെ തന്നെ നമ്മൾ ഒരു ഓഡിറ്റിംഗ് നടത്തണം, ഒരു പരിശോധന നടത്തണം.
അല്ലെ, വിലയിരുത്തണം. അതിനകത്ത് ആ ഒരു വിലയിരുത്തൽ നടക്കുന്നത് സ്കിൽസ് ഇൻവെന്ററിയിലൂടെയാണ്. സ്കിൽസ് ഇൻവെന്ററി എന്ന് നമ്മൾ പറഞ്ഞു ആ ഓരോ വർക്കേഴ്സിന്റെയും സ്കില്ല്, എബിലിറ്റി, വർക്ക് പ്രിഫറൻസ്, മറ്റൊരുപാട് ഇൻഫോർമേഷൻസ് അവരെ കുറിച്ച് കളക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഓരോ എംപ്ലോയീസും അവരവരുടെ കഴിവുകളും മറ്റു കാര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മുടെ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്നുണ്ട് അത് നോക്കിയിട്ടാണ്. അത് നമ്മളുടെ ഓർഗനൈസേഷന് മാച്ച് ചെയ്യുന്നതാണോ, അവരുടെ എബിലിറ്റീസ് ഒക്കെ ഇത്രയും തന്നെ ചെയ്താൽ മതിയോ, and is it need any increment in their performance, അവരുടെ പെർഫോമൻസ് ലെവലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സുകളെ ഓഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പൊ ഓഡിറ്റിംഗ് ആണ് അടുത്ത സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ്. അടുത്തത് ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. അതിനുശേഷം അപ്പൊ നമ്മൾ വിലയിരുത്തി അപ്പൊ നിലവിലുള്ള എംപ്ലോയീസിൽ പോരായ്മകളുണ്ട്, അല്ല ഇനി കുറച്ച് കൂടുതൽ വേറെ എംപ്ലോയീസിന് വേണം, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള, അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ജോലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ജോബ് ഡിസ്ക്രിപ്ഷൻ, അവർ ചെയ്യേണ്ട ജോലികൾ എന്താണ്, അതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തു ഒക്കെ വെക്കുക. അതൊക്കെ നേരത്തെ കൂടി ചെയ്യണം. അതിനുശേഷമാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നുള്ളൂ. ക്ലിയർ ആയോ? നാലാമത്തെ പോയിന്റിൽ നമ്മൾ എടുത്തു പറഞ്ഞ കുറച്ച് ടേംസിന്റെ ഡെഫിനിഷൻസ് ആയിരുന്നു ആ ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് റിക്വയർമെന്റ്. ഓക്കെ, മനസ്സിലായോ? അവിടെയാണ് നിർത്തിയത്. ഓക്കെ, ഫിഫ്ത് പോയിന്റ് ടു ഡെവലപ്പ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇനിയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചൊരു പ്ലാനിങ് തയ്യാറാക്കണം. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ്. ദാറ്റ് മീൻസ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. നമ്മൾ ഏറ്റവും നമ്മൾ പ്ലാൻ ചെയ്യുന്നു, എത്ര പേര് വേണം, എങ്ങനെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം, അവർക്ക് എന്ത് ജോലിയാണ് വരുമ്പോൾ കൊടുക്കണ്ടേ, അവർക്ക് ആ ജോലിക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റീസും സ്കില്ലും ഒക്കെ നോക്കി അതൊക്കെ നേരത്തെ കൂട്ടി എല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം നടപ്പിലാക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഇത്, ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. ഇത്ര അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഹ്യൂമൻ റിസോഴ്സിന്റെ ആ പ്ലാനുകളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച പ്ലാനൊക്കെ നടപ്പിലാക്കുന്ന ഒരു സ്റ്റെപ്പാണിത്. That means we have to find out the labor supply in order to make use of them or make use of to fill the vacancies. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ട് ലേബർ സപ്ലൈ എവിടെ കിട്ടും അല്ലെ, അതാണ് ഇനി പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാം ബാക്കിയൊക്കെ കഴിഞ്ഞു, വിലയിരുത്തൽ കഴിഞ്ഞു, എത്ര പേര് വേണം, എങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർ വേണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു. അതിനനുസരിച്ച് നമ്മൾ അവർക്ക് ജോലിയൊക്കെ നേരത്തെ കൂട്ടി ഫ്രെയിം ചെയ്ത് വെക്കുക. വരുമ്പോൾ തന്നെ കൊടുക്കണം. വരുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അയ്യോ ജോലി എന്താണെന്ന് തീരുമാനിച്ചില്ല, അവിടെ നിൽക്കട്ടെ, ഒരാഴ്ച കഴിയട്ടെ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റുമോ? ഈ ഒരാഴ്ച വെറുതെ നമ്മൾ അവരുടെ വർക്കിംഗ് ടൈം, സമയം അല്ലെങ്കിൽ മറ്റ് കണ്ടീഷൻസ് പ്രകാരം അവർക്ക് സാലറി ഒക്കെ ഓഫർ ചെയ്തത് അത് അവർക്ക് ജോലി ചെയ്താലും ജോലി ചെയ്തില്ലെങ്കിൽ കൊടുക്കണം. ഓക്കെ, അപ്പൊ വെറുതെ അവരുടെ വർക്കിംഗ് അവേഴ്സിനെ നമ്മൾ ഇങ്ങനെ ഐഡിയലായിട്ട് കളയാൻ പറ്റില്ല, വെറുതെ കളയാൻ പറ്റില്ല. അപ്പൊ അവർക്ക് വരുമ്പോൾ തന്നെ ജോലി ഉണ്ടോ, അപ്പൊ അതിനെന്ത് ചെയ്യണം, നേരത്തെ കുട്ടി അതിനെ കുറിച്ച് ജോബ് ഡിസ്ക്രൈബ് ചെയ്ത് ജോബ് റിക്വയർമെന്റ്സ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻ റിസോഴ്സിന്റെ പ്ലാൻ നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക. സോ ഇൻ ഓർഡർ ടു ഇംപ്ലിമെന്റ് ദ പ്ലാൻ we have to find out from where the labor can be supplied. നമുക്ക് അതിന് വേണ്ടിയിട്ട് ലേബറേഴ്സിനെ എവിടെ നിന്ന് കൊണ്ടുവരണമെന്ന് നോക്കണം. ഓക്കെ, ലേബർ സപ്ലൈ എവിടെ നിന്ന് കിട്ടും, എവിടെ നിന്നായിരിക്കും കിട്ടുക, എവിടെന്നെങ്കിലും ഒക്കെ കിട്ടും അല്ലെ. അതായത് നമുക്കറിയാം ഇന്ന് ലേബർ മാർക്കറ്റ് ഉണ്ട്, ലേബറേഴ്സിനെ എംപ്ലോയീസിനെ സപ്ലൈ ചെയ്യുന്ന മാർക്കറ്റുകളുണ്ട്. there are some agencies, ഒരുപാട് ഏജൻസീസ് ഉണ്ട് അല്ലെ. അപ്പൊ അത് ഏത് മാർഗത്തിലൂടെയാണ് നമ്മൾ അവരെ എന്താ പറയാ എടുക്കേണ്ടത്. ഇനി ചിലപ്പോഴൊക്കെ നമുക്ക് വിഭിന്ന ഓർഗനൈസേഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വേക്കൻസീസ് ഒക്കെ ഫില്ല് ചെയ്യാം. ചിലപ്പോൾ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാളെ പിടിച്ചിട്ട് വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അവിടുത്തെ വേക്കൻസി ഫില്ല് ചെയ്യാം. അങ്ങനെ വിഭിന്ന ഓർഗനൈസേഷനും നമുക്ക് ലേബറേഴ്സിനെ അവൈലബിൾ ആണ്. അപ്പൊ അത് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് ഇവർ ഡിസൈഡ് ചെയ്യണം. അവിടെ തന്നെ ഉള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താണോ നമുക്ക് വേക്കൻസി ഫില്ല് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ത്രൂ പ്രൊമോഷണൽ ചാനൽസ് ഒക്കെ ഉണ്ട്, അഡ്വർടൈസ്മെന്റ് പരസ്യം കൊടുത്തിട്ട് വേണോ നമുക്ക് പുതിയ കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാൻ ആകർഷിക്കുകയോ അല്ലെങ്കിൽ പുതിയ എംപ്ലോയീസിനെ നമുക്ക് നിയമിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെയും വന്നാം. അതല്ലെങ്കിൽ അവിടെയുള്ള ഓർഗനൈസേഷനകത്തുള്ള ആളുകളെ അറിയിക്കുന്നു, അവരുടെ ഫാമിലിയിലോ ഫ്രണ്ട്സ് ലിസ്റ്റിലോ ഒക്കെ ഒരു യോഗ്യരായിട്ടുള്ളവരുണ്ടെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താം. സോ അതാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നത്, ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. അതിന് വേണ്ടിയിട്ട് അവര് എന്ത് ചെയ്യുന്നു, ആ ഒരു രീതി അവലംബിക്കുന്നു. ഏത് രീതിയിലും ആവാം, പക്ഷെ അവർ പറയുന്ന ബെസ്റ്റ് പോളിസി ഫോളോഡ് ബൈ ദ മെജോറിറ്റി ഓർഗനൈസേഷൻ. മുഖ്യമായിട്ടും എന്താ പറയാ മിക്ക ഓർഗനൈസേഷൻസും പ്രധാനമായിട്ട് ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ഹയർ ലെവലിലൊക്കെ എന്തെങ്കിലും വന്നാലേ മുകളിൽ തന്നെ ഉണ്ടല്ലേ ഏറ്റവും ഹൈ ലെവൽ എംപ്ലോയീസ് ഒക്കെ എവിടെയെങ്കിലും വേക്കൻസി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസ് മാറി അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് പോയി അവിടേക്ക് വേക്കൻസി വരുമ്പോ സ്വാഭാവികമായിട്ട് ഒരു ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അതിന്റെ താഴെ ലെവലിലുള്ള ആളുകൾ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഇങ്ങനെ പ്രൊമോഷനിലൂടെ മുകളിലേക്ക് കയറ്റിവിടും. അങ്ങനെയാണ് ചെയ്യാൻ.
ഇപ്പൊ സ്കൂളുകളിലൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്കൂളുകളിലൊക്കെ എന്താ പറയുക, ടീച്ചേഴ്സ് ഒക്കെ ഹൈസ്കൂളിലൊക്കെ ഏതെങ്കിലും ടീച്ചർ റിട്ടയർ ചെയ്ത് പോയി. അപ്പൊ നമുക്ക് അവിടെ ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഒബിയസ്ലി ചില സ്കൂളുകളിൽ കണ്ടുവരുന്ന കാര്യമാണ് UP-യിലൊക്കെ ഉള്ള ടീച്ചേഴ്സ് വളരെ കുറച്ച് എന്താ പറയാ ക്വാളിഫൈഡും അതുപോലെ തന്നെ ഒത്തിരി എക്സ്പീരിയൻസും ഒരുപാട് വർഷങ്ങളൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഹൈസ്കൂളിലേക്ക് അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കയറ്റുന്നു. അപ്പൊ അവര് ഓൾറെഡി അവരതിനെ ക്വാളിഫൈഡ് ആണ്. ചിലപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ജോലി ആയിരിക്കില്ല ചിലപ്പോൾ വന്ന് കയറിയപ്പോ കൊടുത്തിരുന്നത്. അന്ന് വന്നപ്പോ ചിലപ്പോൾ ഈ ലെവലായിരുന്നു കൊടുത്തത്, UP ലെവലിലായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പൊ ആള് ആ ക്വാളിഫിക്കേഷൻ ബട്ട് ഓൾസോ സ്റ്റിൽ ദേ ഹാവ് ദ എക്സ്പീരിയൻസ് കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രൊമോഷനിലൂടെയും അത്തരം വേക്കൻസീസ് ഒക്കെ ഫില്ല് ചെയ്യാറാണ് സാധാരണഗതിയിൽ ചില ഓർഗനൈസേഷൻസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പൊ ലോവർ ലെവലിലൊക്കെ വേണമെങ്കിൽ മാത്രമാണ്. ഇപ്പൊ ഏറ്റവും ലോ ലെവലിലൊക്കെ വേക്കൻസീസ് വരികയാണെങ്കിൽ they will be supplied from the ലേബർ സപ്ലൈ മാർക്കറ്റ്. അതായത് ലേബറേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന മാർക്കറ്റിൽ നിന്ന് അവരെ എന്താ പറയുക ഹയർ ചെയ്യാണ് സാധാരണ ചെയ്യുന്നത്. ലോവർ ലെവലിൽ അപ്പർ ലെവലിലുള്ള വേക്കൻസീസ് ഒക്കെ ഫിൽ ചെയ്യാനായിട്ട് വിതിൻ ദ ഓർഗനൈസേഷനിൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രൊമോഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ദിസ് ഈസ് ദ ഫിഫ്ത്ത് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഓർഗനൈസേഷൻസ്. ഓർഗനൈസേഷന്റെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? എനി ഡൗട്ട് ഇൻ ദാറ്റ് പാരഗ്രാഫ്? ഇല്ലല്ലോ ആർക്കും? യെസ്, ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ദ ബെസ്റ്റ് പോളിസി, അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ട sentence. The best policy followed by most organizations is to fill up higher vacancies by promotion and lower level positions by recruitment from labor markets. A sentence of nominality. അപ്പൊ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലെ 5 സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 5 സ്റ്റെപ്പിന്റെ നമ്പർ ഇട്ട് എഴുതിയിരിക്കുന്ന ആ സ്റ്റെപ്പ്, അതായത് ആ സ്റ്റെപ്പ് തുടങ്ങുന്നത് എക്സ്പ്ലനേഷൻ അല്ല, അല്ലാത്തതെല്ലാം തന്നെ 5 ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് മീൻസ് ടു ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ്, ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്, to audit the human resources, to plan job requirements and job descriptions, and the last one to develop human resource plan. Clear ayo? മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഡൗട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പറയുക കേട്ടോ. ഉണ്ടെങ്കിൽ പറയുക. സ്പീഡ് ഞാനിങ്ങനെ സംസാരിക്കുമ്പോ ഇച്ചിരി വരുന്നതാണ്. അതിങ്ങനെ പറയാനുള്ള ത്വരയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് കൂടി പോകും. കാര്യം മനസ്സിലാവണം നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് 2-3 പ്രാവശ്യമൊക്കെ ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് മാൻ പവർ കമ്പോണന്റ്. എന്തുപറ്റി ഷംസീന? എന്തെങ്കിലും ഉണ്ടോ പറയാൻ? വിളിച്ചതുകൊണ്ട് ചോദിച്ചതാ. എന്തെങ്കിലും ഉണ്ടോ പറയണേ? എന്താ വിളിച്ചത്? ഷംസീന. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ദ ബെസ്റ്റ് പോളിസി. അത് എന്താണെന്ന് മീനിങ് പറയണോ? അതായത് മിക്ക ഓർഗനൈസേഷനും സാധാരണഗതിയിൽ ചെയ്യുന്ന കാര്യം ഹയർ ലെവലിലുള്ള അവിടെ വേക്കൻസി വന്നാലും, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, അതൊക്കെ ഇത് കഴിയുന്നത് എന്താ? എക്സാമ്പിൾ കഴിയുന്നത് എന്താ? ഇവിടെ എക്സാമ്പിൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഹയർ ലെവലില് ഇപ്പൊ നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ പല ലെവല്, ഏറ്റവും ലോവർ ലെവൽ, അതിന്റെ മുകളില് ഏറ്റവും ടോപ്പില് എന്താ പറയാ എക്സിക്യൂട്ടീവ്സ്, അതായത് മാനേജിംഗ് ഡയറക്ടറും ഒക്കെയാണ് വരിക ഏറ്റവും ടോപ്പ് ലെവലിൽ. ഈ മുകൾ തട്ടിലുള്ള ലെവലുകളിൽ ഏതെങ്കിലും തരത്തിൽ വേക്കൻസീസ് വന്നാൽ സാധാരണഗതിയിൽ ഓർഗനൈസേഷൻസ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് നിലവിലുള്ള അവിടെ തന്നെയുള്ള ഓർഗനൈസേഷനിൽ തന്നെയുള്ള അതിന്റെ തൊട്ട് താഴെയുള്ള, അതായത് ഹയർ ലെവലിന്റെ തൊട്ട് താഴെ വരുന്ന വിഭാഗത്തിൽ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, മാത്രമല്ല അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ തന്നെ സെലക്ട് ചെയ്തിട്ട് അവരെ പ്രൊമോഷനിലൂടെ, പ്രൊമോഷൻ എന്ന് പറഞ്ഞു കേട്ടില്ലേ, സ്ഥാനക്കയറ്റം കൊടുത്ത് അവരെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നു. എന്നാൽ ലോവർ ലെവലിൽ ഏറ്റവും താഴെ തട്ടില് നമുക്ക് എംപ്ലോയീസിന് വേക്കൻസി വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിന് പുറത്തുനിന്ന് ആളുകളെ എടുക്കുന്നു. ലേബർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലേബറേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന ഏജൻസികളുണ്ട്. ലേബറേഴ്സ് എവിടെ കിട്ടുന്നു അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂസ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ അവരോട് ആപ്ലിക്കേഷൻ അയക്കാൻ പറയുന്നു. ഇവിടെ ഒഴിവുണ്ട്, അപ്പൊ ആൾക്കാർ ആപ്ലിക്കേഷൻ അയക്കും. ആ ലോവർ ലെവലിൽ ലോ ക്വാളിഫിക്കേഷൻ ഒക്കെ മതിയല്ലോ. അതിന് ചിലപ്പോൾ വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണ്ടി വരാത്ത രീതിയിലുള്ള ജോലികളായിരിക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് സെലക്ഷൻ നടത്താം. പക്ഷെ ടോപ്പ് ലെവലിൽ നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പാരാമീറ്റേഴ്സ് നോക്കേണ്ടി വരും. കാരണം ക്വാളിഫിക്കേഷൻ മാത്രം നോക്കി എടുക്കാൻ പറ്റില്ല. അവർ അത്രത്തോളം സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ടോപ്പ് ലെവലിലുള്ളവര്. അതാണ് ഉദ്ദേശിച്ചത്.
അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കാനായിട്ട്, തീരെ ചെറിയ ക്ലാസ്സിൽ UP സെക്ഷൻ അല്ലെങ്കിൽ LP സെക്ഷനിലൊക്കെ പഠിപ്പിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ആര് വേണമെങ്കിലും കിട്ടും അല്ലെ, ടീച്ചേഴ്സിനൊക്കെ. പക്ഷെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ളവരെ നമുക്ക് പുറത്തുനിന്ന് പെട്ടെന്ന് എന്താ പറയാ കണ്ണടച്ചും പൂട്ടിയ ഒരു ഗ്രൂപ്പിന് നടത്താൻ പറ്റില്ല. അപ്പൊ അതിന് അവിടെ തന്നെ ഉള്ളവർ നമുക്ക് അറിയാം, അതില് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇന്ന ഡിപ്പാർട്ട്മെന്റ്, ഒരു മാത്സ് ഡിപ്പാർട്ട്മെന്റില് ഒരു ടീച്ചർ പെട്ടെന്ന് റിട്ടയർ ചെയ്യും. പെട്ടെന്നല്ല, റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാലോ, ഒരു പ്രായമുണ്ട്, റിട്ടയർ ചെയ്ത് പോയി. അപ്പൊ അവിടെ നമുക്ക് ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യണം. പുറത്തുനിന്ന് നമ്മളിപ്പോ PSC നിയമനമൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ സമയം എടുക്കും. അപ്പൊ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യണം. താഴെ അതിന്റെ തൊട്ട് താഴെ അതിന് ആ ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ യോഗ്യത, മീൻസ് ക്വാളിഫിക്കേഷൻ പ്ലസ് എക്സ്പീരിയൻസ്, ഇതുകൂടി ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ ഇതൊന്നും നോക്കും. അപ്പർ പ്രൈമറി പഠിപ്പിക്കുന്നവര് ഉണ്ടെങ്കിൽ അങ്ങനെ സ്ഥാനക്കയറ്റം കൊടുത്ത് ഹൈസ്കൂളിലേക്ക് വിടുന്നു. അത്രേ ഉള്ളൂ. അതിന്റെ മീനിങ് പറയാനാണോ പറഞ്ഞത്, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ആയിട്ടാണെന്ന് പറയാനാണോ പറഞ്ഞത്? എനിക്ക് ഡൗട്ട് ഉണ്ടായി, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് മാത്രം. അണ്ടർലൈൻ ചെയ്തല്ലോ ആ സെന്റൻസ്. അടുത്തത് മാൻ പവർ കമ്പോണന്റ് ആണ്. ഓക്കെ, മാൻ പവർ കമ്പോണന്റ് നമ്മൾ പറഞ്ഞു. മാൻ പവർ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യ വിഭവം അല്ലെ, മനുഷ്യശക്തി. അതായത് നമ്മുടെ ഓർഗനൈസേഷൻസിൽ ജോലി ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും ഒരുമിച്ചാണ് നമ്മൾ മാൻ പവർ എന്ന് വിളിക്കുക. അതൊരു കമ്പോണന്റ് ആണ്. മാൻ പവർ കമ്പോണന്റിനെ 3 ഇങ്ങനെ ഇതായിട്ട് എന്താ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 3 കമ്പോണന്റുകൾ, ഘടകങ്ങളായിട്ട് മാൻ പവറിനെ നമുക്ക് എങ്ങനെയാണ് ഘടകങ്ങളാക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർകാസ്റ്റിംഗ്, റിക്രൂട്ട്മെന്റ് പ്ലാൻ ആൻഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to estimate the future needs and also to take the stock of available resources in the organization. Forecast ചെയ്യാന്ന് പറഞ്ഞാൽ പ്രീ പ്ലാൻ ചെയ്യുക. ഇപ്പോഴത്തെ നിലവിലുള്ള ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ എണ്ണം നോക്കുക. ഇനി നമുക്ക് വരാൻ പോകുന്ന അടുത്ത ഫ്യൂച്ചർ നീഡ്സിന് നമുക്ക് ഇനി എത്ര വേണം ഇത് എസ്റ്റിമേറ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് വിളിക്കാം. ഇപ്പൊ നിലവിൽ ഇപ്പോ 10-20 എംപ്ലോയീസ് ഉണ്ട്. പക്ഷെ 20 എംപ്ലോയീസ് പോരാ. ഇന്ന ഡിപ്പാർട്ട്മെന്റിലൊക്കെ ചില വേക്കൻസീസ് ഉണ്ട്, അവിടെയൊന്നും നമ്മൾ ഇതുവരെ ഫിൽ ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് നമ്മുടെ ഫ്യൂച്ചർ നീഡ്സ്. ആ എന്താ പറയാ ഒഴിവുകളൊക്കെ അവിടെ നികത്തണം. അപ്പൊ എത്ര എണ്ണം വേണ്ടി വരും? 5 എണ്ണമാണോ 10 എണ്ണമാണോ? അത് ആദ്യമേ തന്നെ മുൻകൂട്ടി മനസ്സിലാക്കുക. അതാണ് മാൻ പവർ കമ്പോണന്റിന്റെ ഒന്നാമത്തെ കമ്പോണന്റ്, ഫോർകാസ്റ്റിംഗ്. ക്ലിയർ ആയോ? ഫോർകാസ്റ്റിംഗിൽ വരുന്നത് എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്. അവൈലബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സുകൾ ഇപ്പൊ എത്ര ഉണ്ടെന്നോ ഇനി ഫ്യൂച്ചറിൽ എത്ര വേണ്ടി വരുമെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക. മനസ്സിലായോ? ഒന്നാമത്തെ കമ്പോണന്റുകൾ 3 അണ്ടർലൈൻ ചെയ്തേക്കണം. 3 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സെക്കൻഡ് വൺ റിക്രൂട്ട്മെന്റ് പ്ലാൻ. അപ്പൊ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു, ഇപ്പൊ എത്ര ഉണ്ട്, പക്ഷെ നമുക്ക് ഇത്ര വേണം. എസ്റ്റിമേഷൻ നടന്നു. അപ്പൊ ഒബ്വിയസ്ലി എന്തായാലും അടുത്ത സ്റ്റെപ്പ് റിക്രൂട്ട് ചെയ്യണം. അയ്യോ, ഇവിടെ ഇത്ര പേരാണ് വേണ്ടത്, പക്ഷെ ഇവിടെ നമുക്ക് ഇപ്പൊ എത്ര സ്റ്റോക്ക് ഉള്ളൂ? ഹ്യൂമൻ റിസോഴ്സസ് 20 എണ്ണം ഉള്ളൂ, പക്ഷെ 25 എണ്ണം വേണം. ദാറ്റ് മീൻസ് ടു ഫിൽ ദാറ്റ് ഗ്യാപ്പ്, 20-ൽ നിന്ന് 25-ലേക്ക് എത്തിക്കാൻ 5 റിക്രൂട്ട്മെന്റുകൾ നമുക്ക് വേക്കൻസീസ് ഫിൽ ചെയ്യാൻ വേണം. അതാണ് ആ ഗ്യാപ്പാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ആ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നതാണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ. മനസ്സിലായോ? 20 എന്ന് പറയുന്ന എംപ്ലോയീസിൽ നിന്ന് 25 എണ്ണം വേണം എന്നുണ്ടെങ്കിൽ 5 പേരുടെ ഒരു കുറവ് അവിടെ ഉണ്ട്, മിസ്സിംഗ് ഉണ്ട് ആ വേക്കൻസീസിൽ. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? റിക്രൂട്ട് ചെയ്യണം. ഐദർ ഫ്രം ഇന്റേണൽ സോഴ്സസ് ഓർ ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്. വേണമെങ്കിൽ നമുക്ക് ഓർഗനൈസേഷൻ അകത്തുനിന്ന് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി മറിച്ചൊക്കെ ഇടാം. വേണമെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. അപ്പൊ എണ്ണമല്ല നോക്കുന്നത്, എണ്ണപ്പം അങ്ങനെ തന്നെ നിൽക്കും, പക്ഷെ നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇവിടെയുള്ള എംപ്ലോയീസ് എല്ലാം മതി. അങ്ങനെയൊന്നും ഉണ്ടാകും ചിലപ്പോ. എന്താണെന്ന് വെച്ചാല് ഇതിപ്പോ ഇവിടെ അധികമാണ്. ഇവര് ഇതിൽ നിന്ന് ഈ പുറത്തുനിന്ന് വേറെ നിയമനം വേണ്ട, ഇവരെ തന്നെ വെച്ചിട്ട് നമുക്ക് അത്തരം ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ ഓർഗനൈസേഷൻ അത് വെച്ച് ലാഭം ഉണ്ടാക്കാമല്ലോ. കാരണം വേറെ 10 പേരെയും കൂടി അല്ലെങ്കിൽ 5 പേരെയും കൂടി നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഗീവ് ദം സാലറി. അവർക്കും സാലറി കൊടുക്കണ്ടേ? ആ സാലറി എന്ന് പറയുന്നത് വെറുതെ ചിലപ്പോ നമ്മൾ ശരിയായ രീതിയിൽ നോക്കുകയാണെങ്കിൽ അതൊരു എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ്, നഷ്ടമായിരിക്കാം. കാരണം ഇവരില്ലെങ്കിലും ഈ ഉള്ളവരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ തന്നെ ഇത്രയും മനോഹരമായിട്ട് തന്നെ ഈ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകാമെന്നുണ്ടെങ്കിലോ, അങ്ങനെ വെറുതെ വൈ ഷുഡ് ബി വേസ്റ്റ് അനദർ സാലറി പാക്കേജ്. പിന്നെങ്ങനെ നമ്മൾ വേറൊരു സാലറി പാക്കേജ് ഓഫർ ചെയ്ത് വേറെ ആൾക്കാരെ കൊണ്ടുവരണേ? അല്ലോ, അപ്പൊ ഇന്റേണൽ സോഴ്സിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ആക്കാം. പക്ഷെ ഇന്റേണലിന് പറ്റില്ല, നമ്മൾ ഇവിടെ ഓൾറെഡി പാക്ഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഹയർ എംപ്ലോയീസ് ഫ്രം ഔട്ട്സൈഡ്, എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് പുറത്തുള്ളത്. എക്സ്റ്റേണൽ മീൻസ് ഓർഗനൈസേഷന്റെ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും പുതിയ എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം. അതാണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ. ടു മീറ്റ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഇന്റേണൽ സോഴ്സ് ആൻഡ് എസ്റ്റിമേറ്റ് നീഡഡ് ബൈ ദ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. നമ്മുടെ ഇവിടെ ഉള്ളത് നോക്കുന്നു, ഇനി പുറത്തുനിന്ന് എത്ര വേണമെന്ന് നോക്കുന്നു, അതനുസരിച്ച് ആ ഗ്യാപ്പ് ഫിൽ ചെയ്യും. അതാണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ. ക്ലിയർ ആയോ? മനസ്സിലായോ?
ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. ഇനി റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന റിക്രൂട്ട് ചെയ്യപ്പെട്ട ഒരു എംപ്ലോയീസിനെയും വി ഹാവ് ടു യൂസ് മാക്സിമം, യൂട്ടിലൈസ് മാക്സിമം. ഈ ഹ്യൂമൻ റിസോഴ്സുകളെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. വെറുതെ കുറെ ശമ്പളം കൊടുത്തിട്ട് അവിടെ നിർത്തി ജോലി ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല, അല്ലെ? അത് ഇഫക്റ്റീവായിട്ട് അവർ ഉപയോഗിക്കണം. ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മാക്സിമം അവരുടെ സ്കില്ല്, എബിലിറ്റി ഒക്കെ പുറത്തു കൊണ്ടുവരുന്ന രീതിയിൽ മാക്സിമം ഉപയോഗിച്ചാൽ എന്നെ പരമാവധി ഉപയോഗപ്പെടുത്താനുമ്പോഴാണ് ഓർഗനൈസേഷന് സക്സസ് ഉണ്ടാകുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ടീച്ചറോട് ടീച്ചിങ് ആണ് പറഞ്ഞത്, അത് ചെയ്ത് ടീച്ചർ പോട്ടെ, അങ്ങനെ ബാക്കിയുള്ള സമയം ടീച്ചർ അങ്ങനെ പറ്റില്ല. പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ പറ്റുക. അങ്ങനെ വരുമ്പോഴാണ് ഓർഗനൈസേഷന്റെ സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ മാക്സിമം അവരെ യൂസ് ചെയ്യണം. സോ എങ്ങനെ നമുക്ക് അവരെ മാക്സിമം യൂസ് ചെയ്യാം ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടി? ബൈ പ്രൊവൈഡിങ് ട്രെയിനിങ്. അവരെ മാക്സിമം യൂസ് ചെയ്യണമെങ്കിലും കുറച്ച് ട്രെയിനിങ് ഒക്കെ ആവശ്യപ്പെടുക, ട്രെയിനിങ് കൊടുക്കുക, അവരിൽ നിന്ന് പരമാവധി റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. യൂട്ടിലൈസ് ഫുള്ളി ദ ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ടു ഡെവലപ്പ് പൊട്ടൻഷ്യൽ റിസോഴ്സസ്. അങ്ങനെ നല്ല കാര്യക്ഷമതയുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ വളർത്തിയെടുക്കുക. ഇത് വളർത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ട്രെയിനിങ് കൊടുക്കുക. ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ക്ലിയർ ആയോ? മൂന്നാമത്തെ. സോ ദീസ് ആർ ദ 3 മാൻ പവർ കമ്പോണന്റ്സ്. ഇതാണ് 3 മാൻ പവർ കമ്പോണന്റുകൾ. 3ഉം ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ ഹെൽപ്പിംഗ് ആണ് നമുക്ക്. അപ്പൊ നമ്മൾ ഹ്യൂമൻ റിസോഴ്സുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിയത് എവിടെ? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഓൾഡ് കോൺസെപ്റ്റിൽ നിന്നാണ്. പേഴ്സണൽ മാനേജ്മെന്റ്, തൊഴിലാളികളെ കുറിച്ചിട്ടുള്ള മാനേജ്മെന്റ്. അപ്പൊ ആ ഓൾഡ് കോൺസെപ്റ്റ് ഇപ്പൊ മാറി ഇപ്പൊ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയ ന്യൂ കോൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലാനിങ്, അതിനെ കുറിച്ചിട്ട് നമ്മൾ അതിനകത്ത് വരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്കൊരു അടുത്ത ടോപ്പിക്കാണ്. ഹ്യൂമൻ റിസോഴ്സുകളെ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ പ്ലാൻ ഒക്കെ ചെയ്യും. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്. അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അടുത്തത്. ഓക്കെ, റിക്രൂട്ട്മെന്റ്. വാട്ട് യു മീൻ ബൈ റിക്രൂട്ട്മെന്റ്? എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ? To find out or to discover talented applications for actual or expected organizational vacancies. നമ്മുടെ ഓർഗനൈസേഷന്റെ വേക്കൻസീസ്, ഇപ്പോൾ നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാലന്റഡ് ടാലന്റഡ് ആപ്ലിക്കൻസിനെ കണ്ടെത്തുന്ന ആ ഒരു പ്രൊസീജിയർ, അതിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് വിളിക്കുക. മനസ്സിലായോ? നമ്മുടെ ഇപ്പൊ ഓർഗനൈസേഷന് ആവശ്യമുള്ളതും വരാനിരിക്കുന്ന ഭാവിയില് ഇനി നമ്മൾ ഒരുപാട് പുതിയ ഡെവലപ്മെന്റ് കൊണ്ടുവരുമ്പോ ആ വരാനിരിക്കുന്ന വേക്കൻസീസിനെയും മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കന്റുകളെ, ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്ന ഒരു രീതി, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിക്രൂട്ട്മെന്റ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് റിക്രൂട്ട്മെന്റ്? ഡാഷ് മീൻസ് റിക്കവറിംഗ് ഓഫ് ടാലന്റഡ് ആപ്ലിക്കൻസ് ഫോർ ആക്ച്വൽ ഓർ എക്സ്പെക്ടഡ് ഓർഗനൈസേഷൻ വേക്കൻസീസ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ. ഇനി വീണ്ടും റിക്രൂട്ട്മെന്റിൽ മറ്റൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിംഗ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ആൻഡ് എൻകറേജിംഗ് them to apply for the job in an organization. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രോസസ് ഓഫ് അട്രാക്ടിംഗ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, നല്ല കഴിവുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഇതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഇവിടേക്ക് ഒരു വേക്കൻസി വന്നു എന്ന് പറഞ്ഞ് പരസ്യം കണ്ടു. ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര വേക്കൻസി ഉണ്ടെന്ന് പരസ്യം കണ്ടു. ആ പരസ്യം കാണുന്ന ഉദ്യോഗാർത്ഥികൾ, there are a lot of people, those who have no employment according to their qualification, അല്ലെ? ഔട്ട്സൈഡിൽ നമുക്ക് കാണാം ഇഷ്ടം പോലെ ആളുകൾ, ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല എന്താ പറയാ, ഒരുപാട് പഠിച്ച് ക്വാളിഫിക്കേഷൻ ഒക്കെ നല്ല ഉള്ള ആൾക്കാര്, അവരുടെ ആ ക്വാളിഫിക്കേഷൻ ഇക്വലന്റ് ആയിട്ടുള്ള ജോബ് കിട്ടാത്തത് കൊണ്ട് ഇപ്പോഴും ജോലി ഇല്ലാത്തവരായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ സോ വെൻ ദേ സീ ദിസ് അഡ്വർടൈസ്മെന്റ്, ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കാണുമ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും? ആ പരസ്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കും. ജോലിക്ക് അപ്പൊ ഇതെന്റെ ക്വാളിഫിക്കേഷൻ ആണല്ലോ, നോക്കൂ. ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർ പറഞ്ഞിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ അവർ പറഞ്ഞേക്കുന്ന കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന കാര്യമൊക്കെ എന്റെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും, അല്ലെ? അത് സാധാരണഗതിയിൽ നടക്കുന്നതാണ്. പക്ഷെ ഇതിനോടൊപ്പം തന്നെ ചില ആളുകൾ നോക്കുന്ന കാര്യങ്ങളുണ്ട്.
ദ ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഇന്ന ബിസിനസ് ഓർഗനൈസേഷന് ജോലി കൊടുക്കും. അവിടെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ ഞാൻ എന്നെ കൂടുതൽ പ്രേരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുകയാണ്. അവിടെ ഒരു ഒഴിവുണ്ടെന്ന് അറിയുമ്പോൾ വേഗം തന്നെ എന്ത് ചെയ്തു, അതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക, റെസ്യൂമെ ഫയൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതേസമയം അറ്റ് ദ സെയിം ടൈം ചില ഓർഗനൈസേഷൻ അവിടെ ജോലി ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ തൊട്ട് തിരിഞ്ഞു നോക്കൂല, അവിടെയാണ് ആവശ്യം, വേണ്ട, അത് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അത് ഒരു ഓർഗനൈസേഷന്റെ ഇമേജ് ആണ്. അപ്പൊ എത്രത്തോളം ഇമേജ് ആ ഓർഗനൈസേഷൻ ഉണ്ട് ടു അട്രാക്ട് ദ പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, എന്തിനു വേണ്ടിയിട്ട്, കഴിവുള്ള എംപ്ലോയീസിനെ എന്താ പറയാ നമുക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മാത്രമല്ല അവരെ കൊണ്ട് നമ്മുടെ ആ ഒരു പോസ്റ്റിലേക്ക് ഏത് ജോബാണോ കൊടുക്കുന്നത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞേക്കണേ ആ ഒരു ജോബിലേക്ക് അവർ അപ്ലൈ ചെയ്യാനും അവരെ പ്രേരിപ്പിക്കുക. അതാണ് റിക്രൂട്ട്മെന്റ് എന്ന് മറ്റൊരു രീതിയിൽ കൂടി എന്താ പറയാ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? രണ്ടാമത്തെ ഒരു ഡെഫിനിഷൻ മനസ്സിലായോ? Recruitment is the process of attracting potential employees and encouraging them to apply for the job in an organization. എല്ലാ ഓർഗനൈസേഷനിലും എവിടെയൊക്കെ വേക്കൻസി ആണ് അപ്പൊ തന്നെ പോയി ആരും കൊടുക്കുന്നില്ല. ഒരു 50% ഓഫ് ആളുകളും നോക്കുന്നത് ആ ഓർഗനൈസേഷന്റെ ഇമേജ്, അത് എത്രത്തോളം ഉണ്ട്, ഇമേജ് കൂടി നോക്കി ആണ് ആ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്നത്. സോ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റണം, എന്നാലേ നമുക്ക് റിക്രൂട്ട്മെന്റ് നടക്കുള്ളൂ, അല്ലെ? അല്ലാണ്ട് കുറെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് ആൾക്കാരില് ഇൻഫർമേഷൻസ് അഡ്വർടൈസ്മെന്റ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ആ ഓർഗനൈസേഷനിലേക്ക് അവരെ നമ്മൾ അട്രാക്ട് ചെയ്യണം, പോസ്റ്റ് ചെയ്യാനായിട്ട്. എന്റെ ഒരു ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ഓർഗനൈസേഷൻ ഉണ്ടാകണം. അപ്പോഴാണ് നമുക്ക് അവരെ അട്രാക്ട് ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റും, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ. ഓക്കെ, സോ ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ. ആളുകളെ, തൊഴിലാളികളെ മാനേജ് ചെയ്യുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് അവർ പറയുന്നത് ഇഫ് ദ എന്താ പറയാ റൈറ്റ് പേഴ്സൺ അല്ലെങ്കിൽ റൈറ്റ് ടൈപ്പ് ഓഫ് പേഴ്സൺ ഈസ് നോട്ട് ഹയർഡ്, അതായത് നമ്മൾ ഇങ്ങനെ ഹയർ ചെയ്യുമ്പോൾ, നല്ല എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, ഹയർ ചെയ്യുമ്പോൾ ശരിയായ രീതിയിലുള്ള എംപ്ലോയീസിനെ അല്ല ഹയർ ചെയ്യുന്നതെങ്കിൽ ഓർഗനൈസേഷന്റെ സക്സസിനേക്കാൾ എന്തായിരിക്കും, അവിടെ ചിലപ്പോൾ വലിയ പരാജയമായിരിക്കും ഉണ്ടാകുക. അപ്പൊ പരാജിതരാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ റൈറ്റ് ടൈപ്പ് ഓഫ് പേഴ്സണൽ ജോലിക്കാരെ തന്നെ തെരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അവിടെ ഇല്ലേ ആ സെന്റൻസിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് അവിടെ ഉണ്ട്, എന്റെ ഉണ്ട്, നിങ്ങളുടെ തെറ്റിയോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് അൺലെസ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഈസ് നോട്ട് ഹയർഡ് എന്നാണ്. നെറ്റ് എന്നാണ് അവിടെ പറയുന്നത്, നോട്ട് ആണ് അവിടെ പറയുന്നത്. NET അല്ല NOT. ശരിയായ രീതിയിലുള്ള ശരിയായ എന്താ പറയാ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആളുകളെ എംപ്ലോയീസിനെ അല്ല ഹയർ ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും, ഈവൻ ദ ബെസ്റ്റ് പ്ലാൻസ്, നല്ല രീതിയിൽ നമ്മൾ പ്ലാനിംഗ് ഒക്കെ ചെയ്തു ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ, പക്ഷെ നല്ല പ്ലാനുകൾ പോലും എന്ത് ചെയ്യില്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കില്ല. ഓർഗനൈസേഷന് എന്താ പറയാ അവരുടെ കൺട്രോൾ സിസ്റ്റം ഒക്കെ നന്നായി വർക്ക് ചെയ്യില്ല എന്നാണ് പറയുന്നത്. നോട്ട് ഹയർഡ് ആണ്. അതായത് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ ശരിയായ രീതിയിൽ റിക്രൂട്ട്മെന്റ് നടത്തുക, അല്ലെങ്കിൽ എല്ലാം പ്ലാൻ ചെയ്തതൊക്കെ വെള്ളത്തിലായി പോകും. അത്രേ ഉള്ളൂ. അതാണ് ആ സെന്റൻസിന്റെ മീനിങ്. ആ ഒരു സെന്റൻസിൽ അവർ നോട്ട് എന്ന് പറയുന്നത് മാറിക്കിടക്കാണ്. ആണോ? നിങ്ങളുടെ മാറിക്കിടക്കാണോ? NET എന്നാണോ കിടക്കുന്നത്, അല്ലെങ്കിൽ NOT തന്നെയാണോ? യെസ്, NOT ആണ്. തിരുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ തിരുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വന്നോന്ന് എനിക്കറിയില്ല. എന്റെ ഇവിടെ അങ്ങനെ തന്നെ കിടക്കുന്നതുകൊണ്ടാ. ഇനി എന്താ പറയാ, ഇങ്ങനെ നമുക്ക് ഈ ഇതിന്റെ ഒരു റേഷ്യോ പോലെ പറയുന്നുണ്ട് ടു അട്രാക്ട് മോർ എംപ്ലോയീസ്. അതായത് എങ്ങനെയാണ് നമുക്ക് ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് രീതിയാണോ നെഗറ്റീവ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് രീതി എന്ന് പറഞ്ഞാല് ആ രീതിയിൽ അവർ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു പോസ്റ്റിലേക്ക് ഒരു റേഷ്യോ പറയുന്നുണ്ട്, ഹയറിംഗ് റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോ പറയുന്നുണ്ട്. എന്താണെന്ന് ഞാനത് പറഞ്ഞു തന്നാൽ മതി, വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. അതായത് ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ വേക്കൻസി ഉണ്ട്, ഇപ്പൊ ഒരു 100 വേക്കൻസി ഉണ്ടെന്ന് പറയാണ്. ഒരു എന്താ പറയാ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പോസ്റ്റുകളിലൊക്കെ ആയിട്ട് പല പല ക്വാളിഫിക്കേഷൻ ഒക്കെ ആവശ്യമുള്ള പല പല പോസ്റ്റുകളിൽ വേക്കൻസി ഉണ്ട്. ആൻഡ് യു ജസ്റ്റ് ഇമാജിൻ ഇറ്റ് ഈസ് 100. 100 വേക്കൻസി ആണുള്ളതെന്ന് വിചാരിക്കാം. ഈ 100 വേക്കൻസി വന്നു കഴിയുമ്പോൾ ആ 100 വേക്കൻസിയിലേക്ക് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ആപ്ലിക്കേഷൻസ് തന്നിരിക്കുന്ന എത്ര ആപ്ലിക്കന്റുകളുടെ എണ്ണമുണ്ട് അത് നോക്കുക. മനസ്സിലായി? ഇപ്പൊ 100 ആപ്ലിക്കേഷൻ, അതിലേക്ക് ഒരു 10,000 ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. 100 ഉള്ളൂ വേക്കൻസി, പക്ഷെ 10,000 ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. സോ ദ റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയായി? 100:10,000. 100:10,000 ചെറുതാക്കിയാൽ എന്തൊരു
100/10,000 ചെറുതാക്കിയാൽ 1:100 എന്ന് വരും അല്ലെ. 1:100 വരും അല്ലെ. ചെറുതാക്കൂലേ, സിംപ്ലിഫൈ ചെയ്യില്ലേ, റേഷ്യോ പറയുമ്പോൾ അവിടെ ഏറ്റവും ചെറിയ രൂപത്തിലാണ് പറയാം. സോ 1:100 എന്ന് പറയും. അതായത് നമ്മൾ ഇത്ര പോസ്റ്റിലേക്ക് ഒരു പോസ്റ്റിലേക്ക് വേണ്ടി 100 പേരുകൾ അപ്ലൈ ചെയ്തിരിക്കുന്നു. കണ്ടോ, ആ ഒരു സംഗതിയാണ് അവിടെ വരിക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, നോക്കിയേ, ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് 100 ആളുകൾ മത്സരിക്കുന്നുണ്ട്, 100 ആപ്ലിക്കന്റുകൾ. അതാണ് 100:10,000 നമ്മൾ ചെറുതാക്കിയപ്പോ 1:100 മാറി. അപ്പൊ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് 100 ആപ്ലിക്കേഷൻസ് വന്നിരിക്കുന്നത്. ആ ഒരു ടെൻഡൻസി, ആ ഹയറിംഗ് റേഷ്യോ അതാണ്. അപ്പൊ ചില ബിസിനസ് ഓർഗനൈസേഷനിൽ അങ്ങനെ എണ്ണം എന്താ പറയാ പറയുമ്പോഴും അതിന്റെ എത്രയെങ്കിലും ടൈംസ് മടങ്ങ് ആപ്ലിക്കേഷൻസ് വരും. മനസ്സിലായോ? അപ്പൊ നല്ല ഇമേജ് ഇപ്പോൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ അത്രയും ആപ്ലിക്കേഷൻസ് വരുള്ളൂ. അത് സിമിലർ, അതൊരു പോസിറ്റീവ് ടെൻഡൻസിയാണ്, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു പോസിറ്റിവിറ്റിയാണ്. കാരണം നമ്മുടെ ഈ ഒരു ഇത്രയും ഇതുള്ളൂ എന്ന് അറിഞ്ഞിട്ടും ഇത്രയധികം ആപ്ലിക്കേഷൻസ് വരിക എന്ന് പറയുമ്പോൾ അതനുസരിച്ച് ആ ഒരു ഓർഗനൈസേഷൻ അത്രയും ഗുഡ്വില്ലും മറ്റാളുകളുടെ ഇടയിൽ അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷനിൽ നിന്നും ഉണ്ട് എന്നാണ്. അതുപോലെ ചിലപ്പോൾ നെഗറ്റീവ് ആക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 പോസ്റ്റ് വേക്കൻസി ഉണ്ട്, പക്ഷെ അതിനകത്തേക്ക് ഒരു എന്താ പറയാ ഒരു 10 എണ്ണം അല്ലെങ്കിൽ ഒരു 60 എണ്ണം അല്ലെങ്കിൽ ഒരു 500 എണ്ണം പോലും എന്താ പറയാ വന്നില്ല ആപ്ലിക്കേഷൻസ്. ഒരുപാട് നല്ല ബിസിനസ് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ അങ്ങനെ വരില്ല, ഒരുപാട് ആപ്ലിക്കേഷൻസ് വരിക. അപ്പൊ ആ ഒരു റേഷ്യോ മനസ്സിലായോ? അതായത് 100 പോസ്റ്റിന് നമുക്ക് കിട്ടിയത് വെറും 500 ആപ്ലിക്കേഷൻസ്. ഇമാജിൻ. അപ്പൊ 1:5 ആണ് ആ റേഷ്യോ. ഒരു പോസ്റ്റിലേക്ക് ഒരു 5 ആൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ടെൻഡൻസി, ഒരു പോസ്റ്റിലേക്ക് 5 ആപ്ലിക്കേഷൻസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മറ്റേതോ 1:100 ആയിരുന്നു. ആ ഒരു റേഷ്യോയിൽ ഉണ്ടാകുന്ന ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഇമേജ് ഓർഗനൈസേഷന് പുറത്തുണ്ട്. സോ ആ ഇമേജ് ആണ് അട്രാക്ടിങ് ദ പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, അവരെ ആകർഷിക്കുന്നത് എംപ്ലോയീസിനെ. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇതൊക്കെ റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളാണ്. ആൻഡ് സെലക്ഷൻ വിൽ ബി ബേസ്ഡ് ഓൺ ദാറ്റ്. ആ ഒരു രീതിയിലായിരിക്കും സെലക്ഷൻസ് നടത്തുക. അപ്പൊ എത്ര പേര് നമ്മൾ സെലക്ട് ചെയ്യും എന്നുള്ളതൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും നടക്കുക. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ഇനി പറയണോ അത് തന്നെ? മനസ്സിലായവരുണ്ടോ? മനസ്സിലാവാത്തവരുണ്ടോ? ഒരാൾ പറഞ്ഞു പ്രശ്നം, അതല്ലാത്തവരൊക്കെ മനസ്സിലായി. പറയും. ആർക്കെങ്കിലും വേറെ മനസ്സിലാവാത്തുണ്ടോ? ഒരാൾക്ക് മാത്രമേ ഉള്ളൂ മനസ്സിലാവാത്തത്? ബാക്കി എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, ഇത് ഞാൻ ഒന്നുകൂടി പറയാം. അതായത് it is the image of the organization which attracts the potential employees to apply for a post in the വേക്കൻസി. ഏതെങ്കിലും ഓർഗനൈസേഷനിൽ വേക്കൻസികൾ ഉണ്ടാകുമ്പോൾ ആ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വളരെ കഴിവുള്ള എംപ്ലോയീസിനെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഓർഗനൈസേഷന്റെ ഇമേജ്, ഓർഗനൈസേഷന്റെ ഗുഡ് വിൽ. മനസ്സിലായതല്ലേ? ഇപ്പൊ ഈ ഓർഗനൈസേഷനിൽ ഇവിടെ ജോലി ചെയ്യാൻ ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിയുമ്പോൾ ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കും അല്ലേ. ഓക്കെ, കുഴപ്പമില്ല, ടീച്ചിങ് ആണ്, അല്ലെങ്കിൽ അവിടെ മറ്റ് ബെനിഫിറ്റ് ഒക്കെ ഉണ്ട് അവർക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരു ഫേമിന്റെ ഗുഡ് വില്ലിനെ നിശ്ചയിക്കുക. അപ്പൊ ആ ഗുഡ് വില്ലുള്ള സ്ഥലത്തേക്ക് ആ പോസ്റ്റിലേക്ക് അവിടെ ഒരു ജോലി കിട്ടിയാൽ കൊള്ളാം, വെറുതെ ഇരിക്കണ്ടല്ലോ, ജോലി നല്ലതാണ്, കുഴപ്പമില്ല, അവരൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണ്, അതൊക്കെ കണ്ടിട്ട് അപ്ലൈ ചെയ്യും. അപ്പൊ ആ നല്ല നല്ല കഴിവുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ഒരു ഓർഗനൈസേഷന്റെ ഗുഡ് വില്ലിനുണ്ട്. അത് പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. നെഗറ്റീവ് ഗുഡ് വില്ല് ഉണ്ടാകാം, പോസിറ്റീവ് ഗുഡ് വില്ല് ഉണ്ടാകാം. സോറി, പോസിറ്റീവ് ഇമേജ് ഉണ്ടാകാം, നെഗറ്റീവ് ഇമേജ് ഉണ്ടാകാം. പോസിറ്റീവ് ആകണമെങ്കിൽ കുറഞ്ഞ എണ്ണം വേക്കൻസി ആണെങ്കിലും കൂടുതൽ നമ്പർ ഓഫ് എംപ്ലോയീസ് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. അതേസമയം നെഗറ്റീവ് ഇമേജ് ഒക്കെ ആണെങ്കിൽ എന്തിനു വരും, കുറച്ച് പോസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ റേഷ്യോ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്ന് വെച്ചാൽ വലിയ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല എന്നർത്ഥം. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടാന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? പ്രശ്നം ഓക്കെ, യെസ്. ഇതിനകത്ത് നമുക്ക് റിക്രൂട്ട്മെന്റിന്റെ ഫസ്റ്റ് സെന്റൻസ് അത് നമ്മൾ അണ്ടർലൈൻ ചെയ്തതാണ്. ഓക്കെ, അവിടെ ആ ഫസ്റ്റ് രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തല്ലോ, രണ്ട് റിക്രൂട്ട്മെന്റിന്റെ ഡെഫിനേഷൻ അണ്ടർലൈൻ ചെയ്തില്ലേ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്ന ചില ഘടകങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്?
ഫസ്റ്റ് വൺ ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതെ, റിക്രൂട്ട്മെന്റിന്റെ എന്താ പറയാ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ എഫക്ട് ചെയ്യുന്ന ഒന്നാമത്തെ ഘടകം സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പൊ ഇഫ് ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് ലാർജ്, number of employees or എന്താ പറയാ number of employees recruited will be also more. വലിയ വലിയ ഓർഗനൈസേഷൻസ് ആവുമ്പോൾ അവിടെ കുറെ റിക്രൂട്ട്മെന്റുകൾ നടത്തില്ലേ. ഇപ്പൊ ലുലു പോലെയുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇമാജിൻ ചെയ്തേ എത്ര ജോലിക്കാരെ അവിടെ ജോലി ചെയ്യുന്നത് അല്ലെ. ഒരുപാട് ആൾക്കാർ പല പല മേഖലകളില്, പല പല ഡിപ്പാർട്ട്മെന്റില്, ക്ലീനിങ്ങില്, ഓരോ സെക്ഷനില്, ക്യാഷില് അല്ലെ. ക്യാഷിൽ തന്നെ എത്ര പേരുണ്ട്, ഓരോരുത്തരും ഷിഫ്റ്റ് അനുസരിച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ ഹാൻഡിൽ ചെയ്യുന്നതിന് ഒരുപാട് ജോലിക്കാരെ അവിടെ നമുക്ക് കാണാം അല്ലെ. അതുപോലെ അവിടെ അത്രയും ജോലിക്കാരുടെ ആവശ്യം ഉണ്ടാവും തോന്നുന്നുണ്ടോ? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പ്രദേശത്തൊക്കെ ഒരു ആവറേജ് ടെക്സ്റ്റൈൽ ഷോപ്പില് അത്രയും ജോലിക്കാരുണ്ടാവും ഇല്ല. അപ്പൊ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ആവശ്യമുണ്ട്. ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ കുറച്ച് എംപ്ലോയീസിന്റെ ആവശ്യമുണ്ട്. ക്ലിയർ? അപ്പൊ കുറച്ച് റിക്രൂട്ട്മെന്റുകളെ നടക്കുള്ളൂ. എപ്പോഴും റിക്രൂട്ട്മെന്റ് നടക്കില്ല. വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ മാസത്തിലൊക്കെ റിക്രൂട്ട്മെന്റുകൾ വരും. ചിലപ്പോൾ ചിലരൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ടെർമിനേറ്റ് ചെയ്ത് പോകും, റിട്ടയർ ചെയ്ത് പോകും, പല കാരണങ്ങൾ കൊണ്ടൊക്കെ പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പുതിയ റിക്രൂട്ട്മെന്റുകൾ വേഗം നടക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ, സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇത് ഈ പോയിന്റുകൾ മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. അത് ഞാൻ ഒന്ന് ചെറുതാക്കി ചെറിയ ഭാഗങ്ങൾ മാത്രമാക്കി തരും, അത് മാത്രം പഠിച്ചാൽ മതി. Which are the factors affecting recruitment from the following? അതിൽ താഴെ പറയുന്നതിൽ എന്താ പറയാ റിക്രൂട്ട്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കും. ഒന്നാമത്തെ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അടുത്തത് കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ് ഇൻ ദ കമ്മ്യൂണിറ്റി വെർ ദ ഓർഗനൈസേഷൻ ഈസ് ലൊക്കേറ്റഡ്. ഇനി ഏത് പ്രദേശത്താണ് ആ ഓർഗനൈസേഷൻ സ്ഥിതി ചെയ്യുന്നത്, ഏതൊരു സമൂഹത്തിലാണെങ്കിൽ ഏത് പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലാണ് നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ സ്ഥിതി ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എംപ്ലോയ്മെന്റിന്റെ കണ്ടീഷൻസ്, അതനുസരിച്ചും റിക്രൂട്ട്മെന്റ് നടക്കും. മനസ്സിലായി? ചില കണ്ടീഷൻസ് ഉണ്ടായിരിക്കും ചില എംപ്ലോയ്മെന്റിന്, ജോലിക്ക് ചില കണ്ടീഷൻസ് ഉണ്ടായിരിക്കും ചില പ്രത്യേക ലൊക്കാലിറ്റിയിൽ, എല്ലാവർക്കും അല്ല, ചില പ്രത്യേക ലൊക്കാലിറ്റിയില് ഇന്ന ലൊക്കേഷനിലുള്ള. ചില എംപ്ലോയ്മെന്റ് ഇല്ലേ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അടുത്ത പ്രദേശത്തുള്ളവർക്ക് മാത്രം, ഇന്ന ചുറ്റളവിലുള്ളവർക്ക് മാത്രം അപേക്ഷിച്ചാൽ മതി. കേട്ടിട്ടുണ്ടോ അങ്ങനെ? കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ അങ്ങനെ ഈ കണ്ടീഷൻസ് ഒക്കെ പറയുമ്പോ വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെന്റുകളൊക്കെ നമ്മൾ കാണുമ്പോൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഈ ഇത്ര ചുറ്റളവിലുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി, അങ്ങനെ ചില കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. അതാണ് ലൊക്കാലിറ്റിയെ ബേസ് ചെയ്തിട്ട്. എന്ന് വെച്ചാൽ ആ ലോക്കൽ ഏരിയാസിലുള്ള ആളുകൾക്കാണ് കൂടുതലും അവര് പ്രിഫറൻസ് കൊടുക്കുന്നത്, ജോലി കൊടുക്കാൻ. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ ദ പ്ലേസ് ഓർ ദ കമ്മ്യൂണിറ്റി ഇൻ വിച്ച് ദ ഓർഗനൈസേഷൻ ഈസ് located according to the conditions of the employment. എംപ്ലോയ്മെന്റിന്റെ കണ്ടീഷൻ പ്രകാരം ഏത് സ്ഥലത്താണോ ഓർഗനൈസേഷൻ സ്ഥിതി ചെയ്യുന്നത് അതും നമ്മുടെ റിക്രൂട്ട്മെന്റിനെ എഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ്. ക്ലിയർ? അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ് വേർ ദ ഓർഗനൈസേഷൻ ഈസ് ലൊക്കേറ്റഡ്, അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ്, അത് കഴിഞ്ഞിട്ട് വേർ ദ ഓർഗനൈസേഷൻ ഈസ് ലൊക്കേറ്റഡ്. ഇൻ ദ കമ്മ്യൂണിറ്റി ഒന്നും ആവശ്യമില്ല. ഓക്കെ, അതിന്റെ അണ്ടർലൈൻ ചെയ്യുമ്പോൾ അങ്ങനെ അണ്ടർലൈൻ ചെയ്യണം. കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ് കഴിഞ്ഞ് അണ്ടർലൈൻ ചെയ്യേണ്ടത് വേർ ദ ഓർഗനൈസേഷൻ ഈസ് ലൊക്കേറ്റഡ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, സെക്കൻഡ് ഫാക്ടർ അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്ന രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തേത് റിസൾട്ട് ഓഫ് പാസ്റ്റ് റിക്രൂട്ട്മെന്റ് എഫേർട്സ്. അത് അത്രയും മതി. റിസൾട്ട് ഓഫ് പാസ്റ്റ് റിക്രൂട്ട്മെന്റ് എഫേർട്സ്, അതായത് മുൻ വർഷങ്ങളില്, മുൻ കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തിയേക്കണേ, അതിന്റെ എഫേർട്ടുകളൊക്കെ എത്രത്തോളം ഉണ്ട്, അതും നമ്മുടെ റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്ന ഘടകമാണ്. ഒരുപാട് എഫേർട്ടൊക്കെ എടുത്ത് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. വളരെ സിമ്പിൾ ആയ രീതിയിൽ റിക്രൂട്ട്മെന്റുകൾ പരിപാടികളൊക്കെ നടത്തുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പൊ അത് നോക്കും, നേരത്തെ എത്രത്തോളം എഫേർട്ട് എടുത്തു റിക്രൂട്ട്മെന്റിന് വേണ്ടി. പുറത്തുനിന്ന് റിക്രൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് നമുക്ക് എഫേർട്ട് എടുക്കേണ്ടി വന്നു. അതേസമയം നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള റീഅറേഞ്ച്മെന്റ് നടത്തി ഇവിടെ തന്നെ നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടായില്ല. ആ എഫേർട്ടുകളുടെ ഒരു റിസൾട്ട് അത് എത്രത്തോളം ഉണ്ട് നോക്കും. അതും നമ്മളുടെ റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്ന മറ്റൊരു ഫാക്ടറാണ്. അപ്പൊ ദ പാസ്റ്റ് റിസൾട്ട് ഓഫ് പാസ്റ്റ് റിക്രൂട്ടിംഗ് എഫേർട്സ്, അത് ഒന്ന് അനലൈസ് ചെയ്യാം കേട്ടോ. അത് കണ്ടുപിടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് റിക്രൂട്ട്മെന്റ് നടത്തി. പക്ഷെ നമ്മൾ കണ്ടെത്തിയ ആളുകളുടെ പെർഫോമൻസ് നോക്കിയപ്പോ ഭയങ്കര മോശമാണ്, ഭയങ്കര ലോ ആണ്. ഒത്തിരി എഫേർട്ട് എടുത്തതാ, ഒരുപാട് എക്സ്പെൻസ് ഒക്കെ വഹിച്ച് റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി, പക്ഷെ ഒരു ഗുണമില്ലാണ്ടായിരുന്നു. അതേസമയം ഒത്തിരി നമ്മൾ കഷ്ടപ്പെട്ട് പക്ഷെ നമുക്ക് നല്ല റിസൾട്ട് തരുന്ന നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടി. സോ അതൊരു പോസിറ്റീവ് സൈൻ ആണ് അല്ലെ. അപ്പൊ അത് നോക്കിയത് അതും റിക്രൂട്ട്മെന്റിന്റെ അവര് എന്താ പറയാ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അത്രയും ഭാഗം മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. അടുത്തത് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആൻഡ് സാലറി ബെനിഫിറ്റ് പാക്കേജസ്. അതും മറ്റൊരു ഘടകമാണ്. എന്ത്, ഓരോ ഓർഗനൈസേഷന്റെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നോക്കും. ചില ആൾക്കാർ ജോലിക്ക് വിദേശത്തൊക്കെ കൊടുക്കും, പക്ഷെ ജോലിക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഫേവറബിൾ ആണോ, നമുക്ക് പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ അല്ലെ, സാലറി പാക്കേജ് എങ്ങനെയാണ്, അതൊക്കെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ, ഇതൊക്കെ നോക്കിയിട്ട് ജോലിക്ക് ഓഫർ ലെറ്റർ കിട്ടിയാലും ചില ആൾക്കാർ വരുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതും മറ്റൊരു ഘടകമാണ് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് സാലറി പാക്കേജ്. അത്ര മതി അത് കേട്ടോ. സാലറി പാക്കേജും വർക്കിംഗ് അറ്റ്മോസ്ഫിയറും ഫുള്ളൊന്നും ആവശ്യമില്ല. നെക്സ്റ്റ് വൺ, ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഗ്രോത്ത് റേറ്റ്, ഓർഗനൈസേഷന്റെ വളർച്ചാ നിരക്ക്. ഓരോ വർഷം ചെല്ലുന്തോറും ഓർഗനൈസേഷൻ വളരുകയാണെങ്കിൽ അതനുസരിച്ച് റിക്രൂട്ട്മെന്റുകളും കൂടിക്കൂടി വരും. അത്രേ ഉള്ളൂ. ഗ്രോത്ത് റേറ്റ്, ഗ്രോത്ത് വിത്ത് റേറ്റ് എന്നാണ്, വിത്ത് വേണ്ട, റേറ്റ്. ഒരു വിത്ത് നിങ്ങളുടെ ഉണ്ടാവാൻ വഴിയില്ല, ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ അതിന് ഉണ്ടോ, വിത്ത് ഉണ്ടോ അവിടെ? വിത്ത് എന്ന് പറയുന്ന വാക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ നിങ്ങളുടെ നോട്ടിലുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് കോപ്പിയാണ്. ഓക്കെ, ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, അതിനേക്കാൾ കുറെ പുരോഗമനം, കുറെ വളർച്ച നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ടായി. അപ്പൊ വളരുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ പുതിയ എന്താ പറയാ ഉണ്ടെങ്കിൽ അതൊന്നും വെട്ടിക്കളഞ്ഞു കേട്ടോ. വിത്ത് ചിലപ്പോ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കോപ്പി ആയിരിക്കും ചിലരുടെ കയ്യിലുണ്ടാവുക, അറിയില്ല അത്. ഓക്കെ, അപ്പൊ ഗ്രോത്ത് റേറ്റ്, അപ്പൊ ഓർഗനൈസേഷന്റെ വളർച്ചാ നിരക്കിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് റിക്രൂട്ട്മെന്റുകളും അതനുസരിച്ച് നടന്നുകൊണ്ടിരിക്കും. പണ്ട് ഇത്രയും ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ നമ്മൾ പുതിയ പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ കൊണ്ടുവന്നപ്പോ എന്ത് പറ്റി, ഇനിയും എംപ്ലോയീസിന് ആവശ്യമുണ്ട്. അപ്പൊ റിക്രൂട്ട്മെന്റിന്റെ ആ ഒരു നിരക്ക് വർദ്ധിക്കും. ഓക്കെ, ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ. അടുത്തത് ലെവൽ ഓഫ് സീസണാലിറ്റി ഓപ്പറേഷൻസ്. അത്ര മതി കേട്ടോ. ലെവൽ ഓഫ് സീസണാലിറ്റി ഓപ്പറേഷൻസ് ആൻഡ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഒക്കെ തോന്നട്ടെ, കുഴപ്പമില്ല. അപ്പൊ എന്താ സീസണാലിറ്റി ഓപ്പറേഷൻസ്? ചില നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒന്ന് ഓർത്ത് നോക്കുക. നമ്മുടെ മിക്കവാറും ചില എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ ഈ സീസണിലൊക്കെ ആവുമ്പോ നമുക്ക് ഇപ്പൊ എന്താ പറയാ ക്രിസ്മസ്, വിഷു, ഓണം, ഇതൊക്കെ സീസണൽസ് ആണ്, ഫെസ്റ്റിവൽ സീസൺസ് ആണ് അല്ലെ. ഈ ഫെസ്റ്റിവൽ സീസൺസിലൊക്കെ ഇത്തരം ഓർഗനൈസേഷൻ ഭയങ്കര മുൻപിലായിരിക്കും അല്ലെ. ആളുകള് ഒരുപാട് പുതിയ ഉടുപ്പുകളുടെ ഈ പറയുന്ന 3 സമയത്ത്, വിഷുവിനായിക്കോട്ടെ, ഓണത്തിനായിക്കോട്ടെ, ക്രിസ്മസിനായിക്കോട്ടെ, പുതിയ ഉടുപ്പുണ്ട്. അപ്പൊ ഭയങ്കര ഒരു ബിസി ഒരു ടൈം സ്കെഡ്യൂൾ ആയിരിക്കുന്നു അത്തരം ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ. പ്രത്യേകിച്ച് അവിടെയാണ് കേട്ടോ. എല്ലാ കടകളിലൊക്കെ ഉണ്ടാവും തിരക്കൊക്കെ, പക്ഷെ ഏറ്റവും കൂടുതൽ തിക്കും തിരക്കും കാണുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്, തുണിക്കടകളിലാണ്. കാരണം അവിടെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും, പിന്നെ എന്താ പറയാ പുതിയ പുതിയ മെറ്റീരിയലുകൾ കൊണ്ടുവന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ പുതിയത് തന്നെ വേഗം വാങ്ങിച്ച് തുന്നാനും എന്താ ഇടാനൊക്കെ ആളുകൾക്ക് അതിനുള്ള ഇതൊക്കെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര കുണ്ടും നല്ലും ഒക്കെയാണ്. അപ്പൊ കൂടുതൽ എംപ്ലോയീസിന് ആവശ്യം വരും. കാരണം ഇവരൊക്കെ ഡീൽ ചെയ്യണ്ടേ, ഈ കസ്റ്റമേഴ്സിനൊക്കെ അവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ച് അല്ലെ, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ വേറെ അടുത്ത കടയിൽ പോകും. അപ്പൊ പിന്നെ ഇവിടുത്തെ കച്ചവടം പറയും. അതുകൊണ്ട് അതൊന്നും പറ്റില്ല. അപ്പൊ അവരെയൊക്കെ പ്രീതിപ്പെടുത്തി വളരെ നല്ല രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ഒക്കെ കൊടുത്ത് അവരെ വിടണം അല്ലെ, അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വിടണം. അപ്പൊ കൂടുതൽ എംപ്ലോയീസിന് ആവശ്യം വരും. അപ്പൊ അങ്ങനെ സീസണൽ ആയിട്ടുള്ള സമയത്ത്, അതുപോലെ തന്നെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ, എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് കൂടുതൽ എക്സ്പാൻഷൻ ഓർഗനൈസേഷനിൽ കൊണ്ടുവരുമ്പോ, അല്ലെങ്കിൽ കൂടുതൽ എക്സ്പാൻഡ് പ്രൊഡക്ഷൻസ്, കൂടുതൽ ഉത്പാദനങ്ങൾ നടത്തുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ എംപ്ലോയീസിന് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ പ്രൊഡക്ഷൻ. നേരത്തെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പൊ പ്രൊഡക്ഷൻ കൂട്ടി, ഇത്രയും പോരാ, ഇതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഉത്പാദിപ്പിക്കണം. എന്നാലാണ് നമുക്ക് ഈ പറയുന്ന കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് പ്രകാരം കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കുമ്പോൾ തീർച്ചയായും ജോലിക്കാരെ എണ്ണം കൂട്ടണം. അപ്പോ എന്താണ് ലെവൽ ഓഫ് സീസണാലിറ്റി ഓപ്പറേഷൻസ്, അത് കൂടുന്നതനുസരിച്ച് തീർച്ചയായും റിക്രൂട്ട്മെന്റുകളും കൂടും. ക്ലിയർ ആണോ? മനസ്സിലായോ? പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, അവസാനത്തെ പോയിന്റ് ആണ് കൾച്ചറൽ, ഇക്കണോമിക്കൽ ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. ഇനി ഇത് കൂടാതെ
ചില സാംസ്കാരികപരമായ സാമ്പത്തികപരമായ ചില നിയമപരമായിട്ടുള്ള ഫാക്ടേഴ്സും റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്നുണ്ട്. ചില നിയമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിക്രൂട്ട്മെന്റ് നടത്തുക. ഇത്ര ഏജിന് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും ചില തൊഴിലിന്, പിന്നെ ചില സാമ്പത്തികപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള റിക്രൂട്ട്മെന്റുകളുണ്ട്. പിന്നെ ചില സംസ്കാരപരമായിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളും ഈ പറയുന്ന റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്നുണ്ട്. ചില എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് അതുമായിട്ടുള്ള കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. അതുമൊക്കെ നമ്മളുടെ റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അത് പിന്നെ ഇടയ്ക്ക് വേറെ ബ്രേക്ക് ചെയ്യാനൊന്നുമില്ല, അത് ഫുള്ളും കൾച്ചറൽ, ഇക്കണോമിക്കൽ ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. സോ ഇതൊക്കെയാണ് നമ്മുടെ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? അണ്ടർലൈൻ ചെയ്യുന്ന ഭാഗം എത്രയാ ശരിയാണെന്ന് നോക്കാം. സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ, conditions of employment where the organization is located, the result of past recruiting efforts, working conditions and salary benefit packages, growth rate of the organization, and the level of seasonality operations. Cultural, economical and legal factors. ഏഴെണ്ണം നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ അണ്ടർലൈൻ ചെയ്തതെന്ന് നോക്കാം. ഏഴെണ്ണം അണ്ടർലൈൻ ചെയ്തതിന് തെറ്റൊന്നും വരുത്താതെ ചെയ്യാം. മുഴുവൻ നീട്ടി പിടിച്ചുള്ള സെന്റൻസ് ഉണ്ടാവില്ല. അത് അത്രയും അത്യാവശ്യമുള്ള കാര്യം, മെയിൻ കാര്യമാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അവിടെ തന്നെ. യെസ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അടുത്തത് നമ്മളുടെ റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ് ആണ്. നേരത്തെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ പ്രോസസ്സുകളൊക്കെ പഠിച്ചതുപോലെ തന്നെ ഇവിടെ ഇനി നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ് പഠിക്കാൻ പോകുന്നത്. റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 5 എലമെന്റുകളാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് റിക്രൂട്ട്മെന്റ് പോളിസി. എന്താണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിക്രൂട്ട്മെന്റ് പോളിസി ഈസ് ദ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. എങ്ങനെയാണ് നമ്മൾ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്, അങ്ങനെയാണ് നമ്മൾ അതിന്റെ ആ നയങ്ങൾ, ആ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങൾ, നയങ്ങൾ ആണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയാം. എന്താണ്? ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. എങ്ങനെയാണ് നമ്മളൊരു പുതിയ അപ്പോയിന്റ്മെന്റ് റിക്രൂട്ട്മെന്റ് നടത്തുക, പുതിയ എംപ്ലോയറെ നമ്മൾ ഹയർ ചെയ്യുന്നത്, അതിന്റെ രീതി, അതിന് വേണ്ട നിയമങ്ങൾ, നയങ്ങൾ, അതാണ് നമ്മുടെ റിക്രൂട്ട്മെന്റ് പോളിസി. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്യും. സോ അതിനകത്ത് ഒരു കമ്പനിയുടെ ഹയറിംഗ് രീതികൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുന്നത്, ആൻഡ് ഓൾസോ എൻകറേജ്മെന്റ്, അവർക്ക് ഏതെങ്കിലും രീതിയിൽ പ്രോത്സാഹനങ്ങളും നമ്മൾ ആ എംപ്ലോയിയുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ, എന്ന് വെച്ചാൽ അവര് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ജോലിക്കായിട്ട് വരാനുള്ള പ്രേരണ നമുക്ക് കൊടുക്കണം, എൻകറേജ്മെന്റ് കൊടുക്കണം. അതെന്തൊക്കെയാണ്? ഇതൊക്കെ ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് പോളിസിയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണ് അവരെ ഹയർ ചെയ്യുമ്പോൾ അവർക്ക് വാഗ്ദാനം ചെയ്യുന്നേ, എന്തുകൊണ്ട് അവർക്ക് നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് അപ്ലൈ ചെയ്യണം, അതിനെന്തെങ്കിലും പ്രോത്സാഹനമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ റിക്രൂട്ട്മെന്റ് പോളിസിനകത്ത് വ്യക്തമായിട്ടും അത് കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിരിക്കണം. സോ സച്ച് പോളിസി ഡിക്ലെയർസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതുകൊണ്ട് ആ പറയുന്ന പോളിസിനകത്ത് എന്തുണ്ടായിരിക്കും? റിക്രൂട്ട്മെന്റ് പോളിസിയിൽ റിക്രൂട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്, എന്താണ് ലക്ഷ്യം റിക്രൂട്ട്മെന്റിന്റെ, ആൻഡ് ഓൾസോ ഫ്രെയിംവർക്ക് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. ഇനി ആ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ നമ്മൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്, അതിന്റെ ലക്ഷ്യവും ഒക്കെ കൃത്യമായിട്ട് ആ പോളിസിയിൽ രേഖപ്പെടുത്തണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ദ കമ്മിറ്റ്മെന്റ് ബൈ ദ എംപ്ലോയർ ടു സച്ച് ജനറൽ പ്രിൻസിപ്പിൾസ്. എപ്പോഴും ഈ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ നടക്കുന്നത് അതൊരു എംപ്ലോയറുടെ കമ്മിറ്റ്മെന്റ് പ്രൊസീജിയറാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയർ ആണ് നോക്കേണ്ടത് തന്റെ ഓർഗനൈസേഷനിലേക്ക് എങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് നടത്തണം. ആ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ എംപ്ലോയർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട 4 തത്വങ്ങൾ, ജനറൽ പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ലെറ്റ്സ് സീ വിച്ച് ആർ ദേ. ആ 4 തത്വങ്ങളാണ് ഇമ്പോർട്ടന്റ്. പിന്നെ ഫസ്റ്റ് സെന്റൻസും. മനസ്സിലായോ? എന്തൊക്കെ ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ വേണമെന്ന് പറയുന്നത് നോക്കാം. ഒന്നാമത്തേത്, ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺസ് ഫോർ ദ ജോബ്. ഓരോ ജോലിക്ക് നമ്മൾ ആൾക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയുള്ളവർ തിരഞ്ഞെടുക്കണം? ക്വാളിഫൈഡ്. അത് വെറും ക്വാളിഫൈഡ് അല്ല, ബെസ്റ്റ് ക്വാളിഫൈഡ് ആൻഡ് ബെസ്റ്റ് എംപ്ലോയി. നല്ല ശരിയായ എംപ്ലോയിനെ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയിനെ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. എംപ്ലോയറെ അത് ശ്രദ്ധിക്കണം. അല്ലാണ്ട് വെറുതെ തോന്നിയ രീതിയിൽ സെലക്ഷൻ നടത്തി റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് ഒരു കാര്യമില്ല.
കൃത്യമായ ആള് തന്നെ കണ്ടെത്തുക, അത് കൃത്യമായ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ തന്നെ ഓരോ ജോബിനും കണ്ടെത്തുക. ഓക്കെ, ഫസ്റ്റ് പോളിസി അതാണ് പ്രിൻസിപ്പൽ. സെക്കൻഡ് വൺ, ടു എംപ്ലോയ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിംഗ് ഫോർ ദോസ് ഹയർ. അങ്ങനെ ഹയർ ചെയ്തതിൽ നിന്ന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഒക്കെ വരും, റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുമ്പോൾ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, മാത്രമല്ല മോസ്റ്റ് പ്രോമിസിംഗ്, ഞാൻ ഈ ജോലിയൊക്കെ കൊടുക്കുന്ന ജോലിക്ക് കൃത്യമായി ചെയ്തോളാം എന്നുള്ള പ്രോമിസ് തരുന്ന ആളുകളെ തന്നെ ഹയർ ചെയ്യുക. അയ്യോ ഇത് പറ്റില്ലല്ലോ എനിക്ക്, ഇത് വലിയ കുഴപ്പമില്ല, ഇത് പറ്റും, അങ്ങനെ പറയാൻ പാടില്ല. എല്ലാം നമ്മൾ കൊടുക്കുന്ന, ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടീഷൻസും പ്രകാരം എല്ലാ ജോബും തയ്യാറാക്കാൻ തൃപ്തരായിട്ടുള്ളതും പ്രോമിസ് ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളെ തന്നെ ഹയർ ചെയ്യുക. അല്ലാതെ പകുതി ഇട്ടിട്ട് ഉള്ളവരെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ബാക്കി പകുതി ആര് ചെയ്യും? ഓക്കെ, അതൊക്കെ ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ്. നെക്സ്റ്റ്, ജോബ് ഓഫർ ഫേവറബിൾ വർക്കിംഗ് കണ്ടീഷൻസ്. ഇതൊക്കെ കൊടുത്ത ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം എംപ്ലോയർ മറന്നു കൊടുത്ത് അവർക്ക് നല്ല ഫേവറബിൾ ആയിട്ടുള്ള വർക്കിംഗ് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ആവശ്യത്തിന് ഫാൻ, ചൂട് കൂടുതലാണെങ്കിൽ അതിനെ കുറയ്ക്കുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ എന്തെങ്കിലും ചെയ്യുക. ഓക്കെ, ഫേവറബിൾ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഉള്ളവർക്ക് എന്ത് ചെയ്യും? എംപ്ലോയീസ് പിടിച്ചു നിൽക്കുള്ളൂ, അല്ലെങ്കിൽ തെറ്റ് പോയി കളയും. അപ്പൊ അവരുടെ ആ ലൈഫ് ടൈം വർക്കിംഗ് കരിയറിൽ ഫേവറബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഓഫർ favorable opportunities for lifetime working careers and also offer provide programs, അതായത് ഇവരുടെ പേഴ്സണൽ ഗ്രോത്തിന്. നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയോടൊപ്പം തന്നെ, ഞാനിവിടെ ജോലി ചെയ്യുന്നു, അതൊരു സാറ്റിസ്ഫാക്ഷൻ, അതോടൊപ്പം തന്നെ എന്റെ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ട്, വ്യക്തിപരമായ ഒരു വളർച്ച, എനിക്ക് വളർച്ചയ്ക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ എനിക്ക് അവസരം തരിക. എന്റെ ഇന്ന കാര്യം കൂടി എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി അത്തരം എംപ്ലോയീസിന് കൊടുക്കുക. അതുകൂടിയാണ്. അപ്പൊ ഈ 4 പ്രിൻസിപ്പിൾസും നോക്കിയിട്ടാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ അത് ഫ്രെയിം ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? 4 പോയിന്റ് കിട്ടിയോ? ഓക്കെ, ആ 4 പ്രിൻസിപ്പിൾസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ് കമ്മിറ്റ്മെന്റ് ബൈ ദ എംപ്ലോയർ സച്ച് ജനറൽ പ്രിൻസിപ്പിൾസ് ആസ് എന്ന് പറഞ്ഞിട്ട് ആ 4 പോയിന്റ്. പിന്നെ ഫസ്റ്റ് സെന്റൻസ്, ഇത്രയും ഭാഗമാണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പില് നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ക്ലിയർ? അണ്ടർലൈൻ ചെയ്യേണ്ടത് ക്ലിയർ ആയോ? യെസ്, ഓക്കെ. അപ്പൊ ഇത്രയും വരെ നന്നായിട്ട് വായിച്ചു നോക്കിയത് വരെ. അധികം ഒന്നും എടുത്തിട്ടില്ല, 2 പേജ് ഒക്കെ എടുത്തിട്ടുള്ളൂ. കുറച്ച് കൂടുതൽ നമുക്ക് പറയാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. Okay, so see you അടുത്ത ദിവസം കാണാം. Bye. Thank you. Okay, nice.